കഴിഞ്ഞ വർഷം നടന്ന ഫസ്റ്റ് ഇയർ ട്രേഡ് പ്രാക്ടിക്കൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യുന്നത്. നമുക്കങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ സോൾവ് ചെയ്ത് പോവാം. ഫസ്റ്റ് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഡ്രോ കമ്പോണന്റ് പാർട്സ് ഓഫ് എ സിംഗിൾ സ്റ്റോറീഡ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഇൻ സെക്ഷൻ. എന്നിട്ട് അതിന്റെ പാർട്സ് ഒക്കെ മാർക്ക് ചെയ്യുക, അതാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. നമ്മൾ ഷീറ്റിൽ വരച്ച് നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു പാർട്ടാണിത്. ഫൗണ്ടേഷന്റെ വിടുത്തും സബ്സ്ട്രക്ചറിന്റെ വിടുത്തും എല്ലാം അങ്ങനെ ഒട്ടുമിക്ക ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. ഇല്ലാത്ത ഡീറ്റെയിൽസ് കുറച്ച് നമ്മൾ അസ്യൂം ചെയ്തെടുക്കാനുണ്ടായിരിക്കും. 100 മാർക്കാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ഡ്രോ പ്ലാൻ ഓഫ് ഓഡ് ആൻഡ് ഈവൻ കോഴ്സ് 1.5 തിക് ബ്രിക്ക് വാൾ ഇൻ ഇംഗ്ലീഷ് ബോണ്ട്. അതിന്റെ ഓഡ് കോഴ്സ്, ഈവൻ കോഴ്സ് ആൻഡ് അതിന്റെ എലിവേഷൻ വരയ്ക്കാനാണ്. 40 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ഒരു ചെയിൻ സർവേ എന്നുള്ള ഏരിയ കാണുന്ന പ്രോബ്ലം ആണ്. നിങ്ങൾക്ക് ഫീൽഡ് പോയി ചെയ്യാനൊന്നുമില്ല. അവരതിന്റെ ഒരു ഫീൽഡ് ബുക്കിന്റെ ഇമേജ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും നിങ്ങൾ ക്രോസ് സ്റ്റാഫ് സർവേ ചെയ്തതിൽ. അപ്പം ഈ തന്നിരിക്കുന്ന റീഡിങ്സ് വെച്ചിട്ട് ആ പ്ലോട്ടിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. നോക്കി, അതിന് 100 മാർക്കാണ് അവർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വൈവയാണ്. വൈവ ഒരു 10 മാർക്കിനാണ്. അത് അവർക്ക് എന്തും ചോദിക്കാം. നിങ്ങളുടെ സിലബസ് വെച്ചിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസും ചോദിക്കാം. അപ്പൊ ബാക്കി 3 ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രോബ്ലം സോൾവ് ചെയ്യാനാണ്. ഈ തന്നിരിക്കുന്ന ചെയിനേജ് സാധനം വെച്ചിട്ട് നമ്മൾ ഒരു പ്ലോട്ട് വരച്ചിട്ട് നമുക്ക് ആ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്തതാണ് ഞാൻ അതിൽ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള സെയിം ഇമേജ് ആണ് ആഡ് ചെയ്യുന്നത്. കാരണം അവർ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് തന്നെ പ്രാക്ടീസ് ചെയ്ത് വരച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്തരത്തിൽ കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ഇതാണ് ആക്ച്വലി അവർ ഉദ്ദേശിച്ചത്. നോക്കിയേ, ഈ ടെക്സ്റ്റിലുള്ള സെയിം വാല്യൂസ് ആണ് അവർ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതുപോലെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇതിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുക, ചില വാല്യൂസ് ഒന്നും ഈ ക്വസ്റ്റ്യനിൽ ഇല്ല. തന്നിരിക്കുന്ന ഡാറ്റാസിൽ ചില ഡെപ്തുകൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ളതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോകണം എത്ര വരും എന്നുള്ളത്. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ വിഡ്ത്ത് ഓഫ് ഫൗണ്ടേഷൻ കൊടുത്തിട്ടുണ്ട് 120 എന്നുള്ളത്, പക്ഷെ അതിന്റെ ഡെപ്ത് 20 ആണെന്നുള്ളത് അവർ കൊടുത്തിട്ടില്ല. അപ്പൊ അതൊക്കെ നിങ്ങൾ അസ്യൂം ചെയ്ത് എടുക്കാനുള്ള ഒരു ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇമേജസും ഈ ക്വസ്റ്റ്യനൊക്കെ ആയിട്ടൊരു ബന്ധം നമുക്ക് വേണം. അപ്പോൾ ഏകദേശം തരാത്ത വാല്യൂസ് ഒക്കെ നിങ്ങൾ അസ്യൂം ചെയ്തെടുക്കണം. പിന്നെ ഇതിൽ ഒത്തിരി കമ്പോണൻസ് ഒന്നും വരയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഫ്രീസ് കോഴ്സ്, അതുപോലെ തന്നെ ബ്ലോക്കിംഗ് കോഴ്സ്, അങ്ങനെയുള്ള എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒന്നും നിങ്ങൾ വരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിൽ തന്നിട്ടുള്ള സാധനങ്ങളെങ്കിലും ബേസിക് ആയിട്ട് എല്ലാം വരച്ചിരിക്കണം. പിന്നെ അവർ പറഞ്ഞിട്ടുള്ളത് അതിന്റെ പാർട്സ് മാർക്ക് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പൊ വരച്ചാൽ മാത്രം പോരാ, അതിന്റെ കൂടെ നിങ്ങൾ അതിന്റെ പാർട്സും കൂടെ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് 100 മാർക്കായിരുന്നു ആ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ ഇതങ്ങനെ കണ്ട് പതിവില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷെ അതാണ് കഴിഞ്ഞ വർഷം വന്നത്. അപ്പൊ നിങ്ങളത് എക്സ്പെക്റ്റഡ് ആയിട്ട് ഇരിക്കണം ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പൊ അത് ഷീറ്റിൽ വരച്ചിട്ടുള്ള ഒരു ഇമേജും കൂടെ ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതും കൂടെ ഒന്ന് റെഫറൻസ് ആയിട്ട് നോക്കണം. സ്കെയിൽ ചെയ്യുമ്പോഴൊക്കെ മാക്സിമം അത് നിങ്ങളുടെ ഷീറ്റിൽ കൊള്ളുന്ന രീതിക്ക് സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്കതൊരു ഭംഗിയിൽ വരയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഇതിലുള്ള ഡെപ്തും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ അവർ ക്വസ്റ്റ്യനിൽ തരാത്ത കുറെ പാർട്സ് ഒന്നും നിങ്ങൾ എക്സ്ട്രാ അഡീഷണൽ വരയ്ക്കണമെന്നൊന്നുമില്ല. ബേസിക് ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങിന്റെ ക്രോസ് സെക്ഷൻ ആണിത്. ഫൗണ്ടേഷൻ മുതൽ ടോപ്പിൽ കോപ്പിംഗ് വരെയുള്ള സാധനങ്ങൾ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ക്രോസ് സെക്ഷൻ ആണ്. അപ്പൊ അതിന്റെ പരമാവധി കാര്യങ്ങൾ തന്നിരിക്കുന്നതെല്ലാം വരയ്ക്കണം. അല്ലാത്ത എക്സ്ട്രാ കാര്യങ്ങളൊന്നും നിങ്ങൾ വരച്ചിട്ടില്ലെങ്കിലും വലിയ ഒരു പ്രോബ്ലം വരുന്നില്ല. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് 1.5 തിക്ക് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ബോണ്ടിന്റെ വാൾ വരയ്ക്കാനാണ്. അപ്പൊ 1.5 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം 30 സെന്റിമീറ്റർ ആണ് വീതി അല്ലേ. ഒരു 1 ബ്രിക്ക് വാൾ എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണ്. ആൻഡ് ഹാഫ് ഒരു 10 സെന്റിമീറ്ററും കൂടെ. അപ്പൊ 1.5 അതിന്റെ ഓഡ് കോഴ്സ്, ഈവൻ കോഴ്സ് ആൻഡ് അതിന്റെ എലിവേഷൻ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഇമേജിൽ 3/4 ബാറ്റ് എന്ന് പറഞ്ഞിട്ട് അവർ മാർക്ക് ചെയ്തിരിക്കുന്നത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ നിങ്ങളത് കറക്റ്റ് ചെയ്തിട്ട് കറക്റ്റ് അത് 3/4 ബാറ്റ് ആക്കിയിട്ട് തന്നെ വരച്ച് പഠിക്കാം കേട്ടോ. ഈ ക്വസ്റ്റ്യനിൽ ഞാൻ അങ്ങനെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് അതിന്റെ ഈവൻ കോഴ്സ് ആണ്. ഇംഗ്ലീഷ് ബോർഡ് കഴിഞ്ഞതിന് ശേഷം 3/4 ബാറ്റ് തന്നെ വരയ്ക്കണം. അതിലൊരു കുഞ്ഞു ബ്രിക്കിന്റെ കഷ്ണമാണ് കാണിച്ചിട്ടുള്ളത്. അത് തെറ്റാണെന്നാണ് കഴിഞ്ഞ തവണ ഒരു എക്സ്റ്റേണൽ വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ തെറ്റായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചിട്ട് പോണ്ട, കറക്റ്റ് ആയിട്ടുള്ളത് പഠിക്കുക. അതിന്റെ ഓഡ് കോഴ്സും ഈവൻ കോഴ്സും അതിന്റെ എലിവേഷനും വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് പാർട്സ് ഒക്കെ മാർക്ക് ചെയ്യുക. ക്യൂൻ ക്ലോസ്റ്ററും 3/4 ബാറ്റും പിന്നെ അതിന്റെ വിടുത്തും ഒക്കെ നിങ്ങൾ മാർക്ക് ചെയ്യുക. സ്കെയിൽ 1:10 തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഇതാണ് അതിന്റെ എലിവേഷൻ. ഇതൊരു ലെയർ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ലെയർ വരച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങളൊരു 4 to 5, 6 വരെ ലെയേഴ്സ് മേലോട്ട് വരച്ച് കാണിക്കുക. പിന്നെ ഇംഗ്ലീഷ് ബോണ്ട് ഇനിയിപ്പോൾ 1 ബ്രിക്ക് വാൾ വന്നാലും 1.5 വന്നാലും ഏത് വന്നാലും അതിന്റെ എലിവേഷൻ സെയിം ആയിരിക്കും. ഹെഡർ സ്ട്രക്ചർ മാറി മാറി ആയിരിക്കും വരുന്നത്. അപ്പൊ അതും ഇത്തരത്തിൽ നിങ്ങൾ വരച്ചു കൊടുക്കുക കേട്ടോ. അതിലും പാർട്സ് ഒക്കെ മാർക്ക് ചെയ്യണം. സ്ട്രക്ചറുകൾ മാർക്ക് ചെയ്യുക, ഹെഡറുകൾ മാർക്ക് ചെയ്യുക, ക്യൂൻ ക്ലോസ്റ്ററുകൾ മാർക്ക് ചെയ്യുക,
പിന്നെ നിങ്ങളത് താഴെ എലിവേഷൻ എന്നൊക്കെ എഴുതി ലെറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ഭംഗിയാക്കുക. നിങ്ങൾ വരയ്ക്കുന്നതിന് മാത്രമല്ല മാർക്ക്, അതിൻ്റെ കൂടെ നിങ്ങൾ ഈ ആഡ് ചെയ്യുന്ന എലമെന്റ്സിനും നിങ്ങളുടെ നീറ്റ്നെസ്സിനും എല്ലാം കൂടെയാണ് അവർ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ചെയിൻ സർവേയിൽ നിന്നുള്ള ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബ്ലം ആണ്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ അവർ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഒരു ചെയിൻ നിങ്ങളുടെ ഫീൽഡ് ബുക്കിൽ നമ്മൾ വരയ്ക്കുന്ന പോലത്തെ ഒരു റീഡിങ്സ് ആണ്. അത് വെച്ചിട്ട് നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ്. സ്റ്റാർട്ടിങ്ങിൽ 0, ടോപ്പിൽ 100 മീറ്റർ, അങ്ങനെയാണുള്ളത്. എല്ലാ മീറ്ററിലായിരിക്കും അളവുകൾ കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നിരിക്കുന്ന അളവുകൾ വെച്ചിട്ട് ഇതിന്റെ ഒരു റഫ് ആയിട്ടുള്ള ഒരു പ്ലോട്ട് നമുക്ക് വരച്ചു നോക്കാം. അത് വരച്ചു കഴിഞ്ഞാലുള്ളൂ നമുക്ക് അതിൽ എത്ര ട്രപ്പീസോഡ്സ് ഉണ്ട്, എത്ര ട്രയാങ്കിൾസ് ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ ആ തന്നിരിക്കുന്ന ചെയിനേജ്, അതായത് നമുക്ക് ഫീൽഡ് ബുക്കിലുള്ള ഒരു ഫിഗർ ആണല്ലോ തന്നിട്ടുള്ളത്, അത് വെച്ചിട്ട് നമുക്ക് അതിനൊരു പ്ലോട്ട് ആക്കി കൺവേർട്ട് ചെയ്ത് വരയ്ക്കാം. അപ്പൊ നിങ്ങൾ നോക്കണേ, ജസ്റ്റ് അവർ പറഞ്ഞത് സെൻട്രലിലുള്ള ലൈനുകൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ബേസ് ലൈനിലുള്ള അളവുകൾ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ 0 ആണ്. ഇനി ഇവിടെ ഒരു 20 മീറ്റർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു 45 മീറ്റർ ഉണ്ട്. ഈ ബേസ് ലൈനിൽ നമ്മൾ എടുക്കുന്ന അളവുകൾ നമ്മൾ ചെയിനേജ് എന്നാണ് പൊതുവെ പറയാറുള്ളത്. ചെയിനേജ് എന്ന് പറയും. അപ്പം അതായത് നമ്മൾ ഈ ബേസ് ലൈനിലാണല്ലോ ചെയിൻ ഇടുന്നത്, അപ്പൊ അതിനെയാണ് നമ്മൾ ചെയിനേജ് എന്ന് പറയുന്നത്. 45 മീറ്റർ, പിന്നെ ഇവിടെ 55 മീറ്റർ, കുറച്ചും കൂടെ മേലെ ഒരു 75 മീറ്റർ ഉണ്ട്. അത് കഴിഞ്ഞ് ലാസ്റ്റ് 100 മീറ്റർ ഉണ്ട്. അപ്പൊ ഇത് മൊത്തം 0 മുതൽ 100 മീറ്റർ വരെ ലെങ്ത് ഉള്ള ഒരു ലൈനാണ്. ഇനി ഈ 20 മീറ്ററിന്റെ സൈഡിൽ നിന്ന്, അല്ലെങ്കിൽ 20 മീറ്ററിൽ റൈറ്റ് സൈഡിലോട്ട് ഒരു 25 മീറ്ററിൽ ഒരു ഓഫ്സെറ്റ് ഉണ്ട്. 25 മീറ്ററിൽ ഒരു ഓഫ്സെറ്റ് ഉണ്ട് ഇവിടെ ഫസ്റ്റ് പോയിന്റ്. അപ്പൊ ഈ പോയിന്റിലോട്ട് നമ്മൾ ഒരു ഓഫ്സെറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ ചെയിൻ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് എടുക്കുന്ന അളവുകളെയാണ് നമ്മൾ പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. അതായത് ഇതിനിടയ്ക്ക് 90 ഡിഗ്രി ആയിരിക്കും. നമ്മൾ ക്രോസ് സ്റ്റാഫ് ഒക്കെ വെച്ചെടുക്കുന്ന അളവാണല്ലോ അത്. അപ്പൊ ഇത് 25 മീറ്റർ ആണ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അഗൈൻ ഈ 45 മീറ്ററിന് ഇങ്ങോട്ടേക്ക് ഒരു 35 മീറ്ററിൽ ഇവിടെ ഒരു ഓഫ്സെറ്റ് ഉണ്ട്. 35 മീറ്ററിൽ ഒരു ഓഫ്സെറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് 55 മീറ്ററിൽ നിന്ന് നേരെ ഒരു 45 മീറ്ററിലോട്ട് അടുത്തൊരു ഓഫ്സെറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഫിഗർ വരയ്ക്കുമ്പോൾ ഒരു ഏകദേശം ആയിരിക്കും വരയ്ക്കുക. നിങ്ങൾ ചിന്തിക്കണം, ഇവിടെ 25 മീറ്റർ ആണ് ഓഫ്സെറ്റ്. അപ്പൊ 45 എന്ന് പറയുമ്പോൾ ഇതിനേക്കാളും കുറച്ച് കയറിയിരിക്കണം. അത്തരത്തിലുള്ള ഒരു ബേസിക് കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ വരയ്ക്കാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് 75 മീറ്ററിന് നേരെ ലെഫ്റ്റിലോട്ട് ഒരു 30 മീറ്ററിൽ അടുത്തൊരു ഓഫ്സെറ്റ് ഉണ്ട്. 30 മീറ്ററിൽ. അപ്പൊ ഇത്രയും ഓഫ്സെറ്റുകളാണ് ഉള്ളത്. 1, 2, 3, 4 പെർപെൻഡിക്കുലർ ഓഫ്സെറ്റുകൾ. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇതൊന്ന് റഫായിട്ട് വരച്ചിടുക. സെൻട്രലിലുള്ള പോയിന്റുകൾ മാർക്ക് ചെയ്യുക. അതിൽ നിന്നൊക്കെ ഓരോ സൈഡിലോട്ടുള്ള ഓഫ്സെറ്റുകൾ തന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് അത് ഫീൽഡ് ബുക്കിൽ തന്നിട്ടുണ്ടാവുക. ജസ്റ്റ് ഇങ്ങനെ ലൈൻ വരച്ചിട്ട് ഈ സെൻട്രൽ എഴുതിയിരിക്കുന്നതൊക്കെ ആയിരിക്കും. ഈ സെൻട്രൽ എഴുതിയിരിക്കുന്ന അളവുകളാണ് ഞാനിപ്പം ഇവിടെ ഈ ബേസ് ലൈനിൽ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ ഈ സൈഡിലൊരു 25 മീറ്റർ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഇവിടെ 20 മീറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 25 മീറ്ററിലോട്ട് ഒരു ഓഫ്സെറ്റ് ഉണ്ട്. അതാണ് ഞാൻ ഈ വരച്ചിരിക്കുന്ന 25 മീറ്റർ ഓഫ്സെറ്റ് ലൈൻ കേട്ടോ. ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്, ആദ്യം ഈ ഒരു സ്കെൽട്ടൺ അല്ലെങ്കിൽ ഈ ഒരു ഫ്രെയിം വർക്ക് വരച്ചതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം. 0 ഈ 25ലോട്ട് കണക്ട് ചെയ്യാം. എഗൈൻ ഈ 45ലോട്ട് കണക്ട് ചെയ്യാം. ദെൻ ഇവിടെ ഔട്ട്ലൈൻ 100ലോട്ട് കണക്ട് ചെയ്താൽ ഈ ഒരു റൈറ്റ് സൈഡ് കംപ്ലീറ്റ് ആയി. അതുപോലെ തന്നെ ഈ 100 ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുന്നു. ഇവിടെ നിന്ന് ഈ 30ലോട്ട് കണക്ട് ചെയ്യുന്നു. ആൻഡ് ഇവിടെ നിന്ന് ഈ 0ലോട്ട് കണക്ട് ചെയ്യുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ആ പ്ലോട്ടിന്റെ ഒരു ലേഔട്ട് എന്ന് പറയുന്നത്. ഒരു കീ പ്ലാൻ പോലെ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പൊ ഇതിൽ എത്ര റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ഉണ്ട്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഇത് രണ്ടാമത്തെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ആൻഡ് ഇത് മൂന്നാമത്തെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഇവിടെ നാലാമത്തെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. മൊത്തം 4 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആണ് ഇതിലുള്ളത്. ആൻഡ് 2 ട്രപ്പീസോയിഡ്സ്, ഇതൊന്നും ഇത് രണ്ടും, 2 ട്രപ്പീസോയിഡ്സ് ആണ് ഉള്ളത്. ഇനി നമ്മൾ എന്താ ചെയ്യാ, നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇതേ ചാനലിൽ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റ് ഓരോ ട്രയാങ്കിൾസിന്റെ ഏരിയ കണ്ടെത്തുന്നു ആൻഡ് ഓരോ ട്രപ്പീസോയിഡ്സിന്റെ ഏരിയ കണ്ടെത്തുന്നു. അത് തമ്മിൽ ഫുൾ ടോട്ടൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ആ പ്ലോട്ട് എത്ര ഏരിയ ഉണ്ട് എന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്തു നോക്കാം. ഞാൻ ഇതിന്റെ ഒരു നല്ല ഇമേജ്, ഇതിപ്പോ ഞാൻ റഫായിട്ടാണ് വരച്ചേ, അതിന്റെ ഒരു നല്ല ഇമേജ് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. സ്കെയിലൊക്കെ വെച്ചിട്ട് വരച്ചതാണ്. അപ്പൊ നിങ്ങൾ ഷീറ്റിൽ എക്സാമിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഫിഗർ നിങ്ങൾ വരയ്ക്കേണ്ടി വരും. അപ്പൊ ഇത് റഫായിട്ട് തന്നെ ആയിരിക്കും നമ്മൾ വരയ്ക്കുക, അല്ലെങ്കിൽ സ്കെയിൽ ചെയ്തിട്ട് വരയ്ക്കാം. ആ വരയ്ക്കുന്ന സമയത്ത് നീറ്റ് ആയിട്ട് വരയ്ക്കുക. ആദ്യം ഇതുപോലൊരു റഫ് നിങ്ങൾ വരച്ച് ട്രയലൊക്കെ നോക്കുക. എന്നിട്ട് അത് നീറ്റായിട്ട് നല്ല വൃത്തിയിൽ വരയ്ക്കുകയും ചെയ്യുക. ട്രയാങ്കിൾസിനൊക്കെ നമ്പർ കൊടുത്താൽ നമുക്കത് ഏരിയ കണ്ടെത്തുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. ഇനി ഇതിൽ നമുക്ക് 2 ബേസിക് ഇക്വേഷൻസ് ആണ് അറിയേണ്ടത്. ഒന്ന് നമ്മുടെ ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ, അതായത് ഏരിയ ഓഫ്
റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ്. ഹാഫ് ബി എച്ച്. അതായത് ഇതാണ് ഇപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എങ്കിൽ ഇതിന്റെ ബി എന്ന് പറയുന്ന ഇതാണ്, എച്ച് എന്ന് പറയുന്ന ഇതാണ്. ഇനിയിപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെടുത്താലും പ്രശ്നമൊന്നുമില്ല. ഈ രണ്ട് സൈഡുകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഹാഫ് ആക്കി എടുക്കുന്നു. ഇതാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇനി ട്രപ്പീസോയിഡിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു എച്ച് ഇങ്ങനെ പറയാം. അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച് ഇങ്ങനെയും പറയാം. രണ്ടും ഒരേ സാധനം തന്നെയാണ്. എ ബി എന്ന് പറയുന്നത് ഇപ്പം ഒരു ട്രപ്പീസോയിഡ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, ഏകദേശം ഇങ്ങനെ ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ഇതാണ് എ എന്ന് പറയുന്ന സൈഡ്, ഇതാണ് ബി എന്ന് പറയുന്ന സൈഡ്. ഈ ഹൈറ്റ്, ഇതിനിടയ്ക്കുള്ള ഈ ഹൈറ്റ് ആണ് നമ്മൾ എച്ച് ആയിട്ട് എടുക്കുന്നത്. അപ്പം ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതാണ് ഒരേ, ഇത് ബി ആൻഡ് ഇതിനിടയ്ക്കുള്ള ഈ പോർഷൻ ആണ് എച്ച് എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ എടുക്കാറുള്ളത് കേട്ടോ. പിന്നെ ചെയിനേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ചെയിനിലൂടെ എടുക്കുന്ന അളവുകളെയാണ് നമ്മൾ ചെയിനേജുകൾ എന്ന് പറയുന്നത്. ആൻഡ് ഇങ്ങോട്ട് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഒക്കെ എടുക്കുന്ന ഇതിനെയാണ് നമ്മൾ ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. ഇവിടെ അത് 90 ഡിഗ്രി ആയതുകൊണ്ട് നമ്മൾ പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് എന്ന് പറയുന്നു. ഇനി നമുക്ക് ഓരോന്നിന്റെ ഏരിയ സെപ്പറേറ്റ് കണ്ടെത്താം. ഫസ്റ്റ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ 1. ഏരിയ ഓഫ് ട്രയാങ്കിൾ 1 അതേതാന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. ഇതാണ് നമ്മൾ ഫസ്റ്റ് ട്രയാങ്കിൾ ആയിട്ട് എടുക്കുന്നത് കേട്ടോ, ഈ ഒരു ഭാഗം. അപ്പൊ ഇതിന്റെ ചെയിനേജ് ലെങ്ത് നമുക്ക് എഴുതാം. ചെയിനേജ് ലെങ്ത് അല്ലെങ്കിൽ ചെയിനേജ് ഇന്റർവെൽ എന്നൊക്കെ പറയും കേട്ടോ. അപ്പൊ അതിന്റെ ചെയിനേജ് ഇന്റർവെൽ ഇവിടെ മുതൽ ഇതുവരെയാണ്. ഇത് എത്ര ഹൈറ്റ്, ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 20 മീറ്റർ ആണ്. അപ്പൊ നമ്മൾ എടുത്തു 20 മീറ്റർ. അപ്പൊ നമുക്ക് ഈ ഒരു ട്രയാങ്കിളിന്റെ ഈ സൈഡ് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഇതാണ്. ഇതിന് നമ്മൾ എന്താ പറയുന്നത്, ഓഫ്സെറ്റ് ലെങ്ത് അല്ലെ. അപ്പൊ ഓഫ്സെറ്റ് ലെങ്ത് നിങ്ങൾ എക്സാമിൽ എഴുതുമ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് തന്നെ എഴുതണം കേട്ടോ. ഓഫ്സെറ്റ് ലെങ്ത് എന്ന് പറയുന്നത് എത്രയാ, ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത് 25 മീറ്റർ ആണ്. അപ്പൊ അത് ഇവിടെ കൊടുത്തു 25 മീറ്റർ. ഇനി നമുക്ക് അതിന്റെ ഏരിയ കണ്ടെത്താം. ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി എച്ച് അല്ലേ. അപ്പം ഹാഫ് ഇൻറ്റു 20 ഇൻറ്റു 25. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 250 മീറ്റർ സ്ക്വയറിന് ആൻസർ വരും. 250 മീറ്റർ സ്ക്വയർ കേട്ടോ. അപ്പൊ ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് കിട്ടി 250 മീറ്റർ സ്ക്വയർ. ഇനി അടുത്തത് ഏരിയ ഓഫ് സെക്കൻഡ് ട്രയാങ്കിൾ. അത് നമുക്ക് ട്രയാങ്കിൾസ് മൊത്തം കാണാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ 2, രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പൊ രണ്ടാമത്തെ ട്രയാങ്കിൾ ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് ഇയാളാണ്. നമുക്ക് അതിന്റെ ഏതൊക്കെ സൈഡ് വേണം, ഈ സൈഡും വേണം, പിന്നെ ഈ ഹൈറ്റും വേണം അല്ലെ. ഇതാണല്ലോ നമ്മളെ ട്രയാങ്കിൾ. അപ്പം ഇത് നമുക്കറിയാം 45 മീറ്റർ ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് നമ്മൾ കണ്ടെത്തണം, ഈ ഒരു ഹൈറ്റ്. അപ്പൊ നോക്കിയോ, ചെയിനേജ്, അതിന്റെ ചെയിനേജ് ഇന്റർവെൽ ഈക്വൽ ടു, ഇവിടെ ഒരു നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ ഈ ഹൈറ്റ് കണ്ടെത്തുന്ന സമയത്ത് ഇവിടെ 100ഉം ഇവിടെ 55ഉം ആണ്. അപ്പൊ ഈ ഹൈറ്റ് നമുക്ക് എങ്ങനെ കിട്ടും, ഈ 100ൽ നിന്ന് ഈ 55 കുറച്ചാലാണ് നമുക്ക് ഈ ഹൈറ്റ് കിട്ടുക കേട്ടോ. ചെയിനിൽ നമ്മൾ അളവെടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ, 0 മുതൽ അങ്ങോട്ടേക്ക് എടുത്തു പോവാ. അപ്പൊ 0 മുതൽ 20 വരെയാണ് ഇവിടെ, 0 മുതൽ 45 വരെയാണ് ഇവിടെ, 0 മുതൽ 55 വരെയാണ് ഇവിടെ, ആൻഡ് 0 മുതൽ 75 വരെയാണ് ഇവിടെ, 0 മുതൽ 100, ഈ മൊത്തമാണ് 100 എന്ന് പറയുന്നത്. ഈ മൊത്തം 100 നിന്ന് ഇവിടെ വരെയുള്ള 55 കുറച്ചാൽ നമുക്ക് ഈ ട്രയാങ്കിളിന് ഈ ഹൈറ്റ് കിട്ടും. അതാണ് കണ്ടെത്താൻ പോകുന്നത്. അപ്പൊ ചെയിനേജ് ഇന്റർവെൽ ഈക്വൽ ടു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 100 മൈനസ് 55 ആയിരിക്കും വരിക. അപ്പൊ അത് നമുക്ക് 45 മീറ്റർ എന്ന് ആൻസർ വരും, 45 മീറ്റർ. ഇനി ഇവിടുത്തെ ഓഫ്സെറ്റ്, ഓഫ്സെറ്റ് ലെങ്ത് എന്ന് പറയുന്നത്, ഓഫ്സെറ്റ് ലെങ്ത് എന്ന് പറയുന്നത് ഇതിൽ നോക്കിയാൽ മനസ്സിലാവും, ഈ ഡിസ്റ്റൻസ് ആണ്. അത് നമ്മൾ പറഞ്ഞു 45 മീറ്റർ ആണ്. 45 മീറ്റർ എന്ന് നമ്മൾ എഴുതി കൊടുത്തു. ഇനി ഏരിയ, ഏരിയ കാണാൻ എന്ത് ചെയ്യണം, ഹാഫ് ഇൻറ്റു ഇവിടെ കിട്ടിയ 45 ഇൻറ്റു 45 ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 1012.5 മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. 1012.5 മീറ്റർ സ്ക്വയർ. ഇനി അടുത്ത ട്രയാങ്കിൾ കാണാം, ട്രയാങ്കിൾ 3. മൂന്നാമത്തെ ട്രയാങ്കിൾ ആണ് നമ്മൾ കാണുന്നത്. അത് ഈ ട്രയാങ്കിൾ ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഈ ഒരു കുട്ടി ട്രയാങ്കിൾ കണ്ടോ. അപ്പൊ ഇതിന്റെ ഈ ഹൈറ്റും കിട്ടണം നമുക്ക്. ഇത് നമുക്ക് ഓൾറെഡി അറിയാം 30 മീറ്റർ ആണ്. അപ്പൊ ചെയിനേജ് ലെങ്ത് കിട്ടാൻ നമ്മൾ 100 നിന്ന് 75 കുറച്ചാൽ നമുക്ക് ഈ ഒരു ഹൈറ്റ് കിട്ടും. അപ്പൊ അതിന്റെ
ചെയിൻ ഏജ്. ഇത് മൊത്തം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതണം കേട്ടോ. നിങ്ങൾ കണ്ടല്ലോ 100 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ പഠിക്കണം കേട്ടോ. അപ്പൊ അത് നമുക്ക് 100 - 75 ഈക്വൽ ടു 25 മീറ്റർ ആണ് വരുന്നത് അതിന്റെ ചെയിൻ ഏജ് ലെങ്ത്. ഇനി അതിന്റെ ഓഫ്സെറ്റ് ലെങ്ത് എന്ന് പറയുന്നത് 30 മീറ്റർ ആണ്. ഫിഗറിലുണ്ട് 30 മീറ്റർ ആണ്. ഇനി അതിന്റെ ഏരിയ ഈക്വൽ ടു 1/2 × 25 × 30 എന്ന് നമ്മൾ എടുക്കും. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 375 മീറ്റർ സ്ക്വയർ ആണ്. 375 മീറ്റർ സ്ക്വയർ. മൂന്നാമത്തെ ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ കണ്ടെത്തി. ഇനി അടുത്തത് ട്രയാങ്കിൾ 4 ആണ് അടുത്തത് കണ്ടെത്താൻ പോകുന്നത്. നിങ്ങളത് ട്രയാങ്കിൾ 4 എന്നൊക്കെ എഴുതണം കേട്ടോ എക്സാമിന് വരുമ്പോൾ. ഇതാണ് നമ്മുടെ 4ാമത്തെ ട്രയാങ്കിൾ ഇത് അല്ലെ. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടെത്തുമ്പോൾ നമുക്ക് ഈ ഹൈറ്റ് വേണം, ഇവിടുത്തെ ഈ ഒരു ചെയിൻ ഏജ് ലെങ്ത് വേണം. അപ്പൊ ഇവിടെ 45ഉം ഇവിടെ 0 ആണല്ലോ. അപ്പൊ ഈ മൊത്തം ഹൈറ്റ് എത്ര ഉണ്ടായിരിക്കും? 45 മീറ്റർ. ഇവിടെ 0 ആണല്ലോ, അതായത് 45 - 0. അപ്പൊ ഇത് മൊത്തം 45. പലരും മിസ്റ്റേക്ക് കാണിക്കുന്നത് ഇവിടെ വരെയുള്ള ലെങ്ത് ഒക്കെ എടുക്കും. അങ്ങനെയല്ല വരുന്നത് കേട്ടോ. ഇത് മൊത്തമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇവിടെ 45, ഇവിടെ 0 ആണ്. അപ്പൊ ഈ ഒരു ഹൈറ്റ് നമുക്ക് 45 എടുക്കാം. ഓഫ്സെറ്റ് ലെങ്ത് 35 മീറ്റർ ആണ്. അപ്പൊ തേർഡ് ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് അതിന്റെ ചെയിൻ ഏജ് എന്ന് പറയുന്നത് 45 - 0. ഇങ്ങനെ എഴുതണമെന്നില്ല, നേരിട്ട് 45 എന്ന് എഴുതിയാലും മതി കേട്ടോ. 45 മീറ്റർ വരും. ഇനി അതിന്റെ ഓഫ്സെറ്റ് എന്ന് പറയുന്നത് ഓഫ്സെറ്റ് എത്രയായിരുന്നു? 30 മീറ്റർ. സോറി, ഓഫ്സെറ്റ് 35 ആയിരുന്നു അല്ലേ. അപ്പൊ 35 മീറ്റർ. ഇനി അതിന്റെ ഏരിയ ഈക്വൽ ടു 1/2 × 45 × 35 ആണ്. അപ്പൊ മൊത്തം ഏരിയ നമുക്ക് 787.5 മീറ്റർ സ്ക്വയർ വരും. നിങ്ങളിത് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കണം കേട്ടോ. തന്നെയാണോ കിട്ടുന്നത് എന്നുള്ളത് കൺഫേം ചെയ്യണേ. അപ്പൊ നമുക്ക് മൊത്തം 4 ട്രയാങ്കിൾസിന്റെ ഏരിയ കിട്ടി. 1, 2, 3 and 4. 4 ട്രയാങ്കിൾസിന്റെ ഏരിയ കണ്ടെത്തി. ഇനി നമുക്ക് 2 ട്രപ്പീസോയിഡ്സ് കൂടെ ഉണ്ട്. അവരുടെ ഏരിയ നമുക്ക് ജസ്റ്റ് കണ്ടെത്താം. അപ്പൊ അത് ഇതുപോലെ തന്നെ നമ്മൾ എഴുതാൻ പോവാണ്. ഏരിയ ഓഫ് ട്രപ്പീസോയിഡ് 1. ഫസ്റ്റ് ട്രപ്പീസോയിഡിന്റെ ഏരിയ നമ്മൾ കണ്ടെത്താൻ പോകട്ടെ. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ABCD എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവിടെ കൊടുക്കാം, BC, അല്ലെങ്കിൽ പുറത്ത് ABCD എന്നൊക്കെ പറഞ്ഞ പേരൊക്കെ കൊടുക്കാം. എങ്ങനെ കൊടുത്താലും പ്രശ്നമില്ല. ഞാൻ കുറച്ചും കൂടി എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഈ 1, 2, 3, 4 എന്നുള്ള പേര് കൊടുത്തത് കേട്ടോ. കാര്യം കൺവേ ആവുക എന്നുള്ളത് മാത്രമാണ് ഇമ്പോർട്ടന്റ്. നിങ്ങൾ പേര് കൊടുത്താലും കൃത്യമായിട്ട് മനസ്സിലാവണം ഏതിന്റെ ഏരിയ ആണ് നിങ്ങൾ കണ്ടെത്തിയത് എന്നുള്ളത്. ആൻസർ ഷീറ്റ് നോക്കുമ്പോൾ എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന ടീച്ചർക്ക് മനസ്സിലാവണം നിങ്ങൾ എന്താ ഉദ്ദേശിച്ചതെന്ന്. അത്രേ ഉള്ളൂ. അപ്പൊ ഇതിലും നമുക്ക് ചെയിൻ ഏജ് ലെങ്ത് എടുക്കാം. ചെയിൻ ഏജ് ലെങ്ത് ഈക്വൽ ടു, ഇതാണല്ലോ നമ്മുടെ ഫസ്റ്റത്തെ അല്ലെ ട്രപ്പീസോയിഡ് എന്ന് പറഞ്ഞാൽ ഇയാളാണ്. അപ്പൊ ഇയാളുടെ ഇവിടുത്തെ ഈ ചെയിൻ ഏജ് ലെങ്ത്, ഈ ഒരു ഹൈറ്റ് ആണ് നമുക്ക് കിട്ടേണ്ടത്. അത് കിട്ടാൻ ഇവിടെ 55ഉം ഇവിടെ 20 ആണല്ലോ. അപ്പൊ 55 - 20. 55 - 20 ചെയ്യുമ്പോൾ നമുക്ക് 35 മീറ്റർ എന്ന് വരും. ഇനി നമുക്ക് 2 ഓഫ്സെറ്റുകളാണ് ഇവിടെ ആവശ്യം വരിക അല്ലെ. ട്രപ്പീസോയിഡിന്റെ ഏരിയ ആണല്ലോ ഇക്വേഷൻ നമ്മൾ പറഞ്ഞല്ലോ. 1/2 × ഇതാണ് എയും ബിയും, ഇതാണ് എ എന്ന് പറഞ്ഞ സൈഡ്, ഇതാണ് ബി എന്ന് പറഞ്ഞ സൈഡ്, ആൻഡ് ഇത് എച്ചും. അപ്പം എ എന്ന് പറഞ്ഞാൽ ഈ ഓഫ്സെറ്റ് ആണ്, ബി എന്ന് പറഞ്ഞാൽ ഈ ഓഫ്സെറ്റ് ആണ്. അപ്പൊ 25ഉം 45ഉം ഇവിടെ ഓഫ്സെറ്റ് ആയിട്ട് വരും. 25 മീറ്റർ, അതുപോലെ തന്നെ 45 മീറ്റർ. ഇനി നമുക്ക് അതിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. ഇക്വേഷൻ പറഞ്ഞത് A + B/2 × H ആണല്ലേ. ഇതാണ് എ, ഇതാണ് ബി, ആൻഡ് ഇതാണ് എച്ച്. അപ്പോ 25 + 45 ആഡ് ചെയ്യുക, അതിനെ 2 കൊണ്ട് ഹരിക്കുക, ഇൻറ്റു H എന്ന് പറഞ്ഞാല് 35 മീറ്റർ ആണ്. അപ്പൊ മൊത്തം ഏരിയ അതിൻ്റെത് വരുന്നത് 1225 മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. ഇങ്ങനെ കിട്ടും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ട്രപ്പീസോയിഡ് 2, രണ്ടാമത്തെ ട്രപ്പീസോയിഡ് ചെയ്യാൻ പോവാണ്. ഇയാളാണ് ആള്. അപ്പൊ ഇതിന്റെ ചെയിൻ ഏജ് ഇവിടെ 75 എന്ന് 45 കുറച്ചാൽ നമുക്ക് ഈ ഹൈറ്റ് കിട്ടും. ആൻഡ് ഇത് A 35 മീറ്റർ, ഇത് B 30 മീറ്റർ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. എഗെയിൻ ഇവിടെ നമ്മുടെ ചെയിൻ ഏജ് ലെങ്ത് എന്ന് പറയുന്നത് 75 - 45 ആണ്. ഈക്വൽ ടു നമുക്കൊരു 30 മീറ്റർ വരും. ഇവിടെ ഇതിന്റെ ഓഫ്സെറ്റുകൾ എന്ന് പറയുന്നത് 35 മീറ്ററും അതുപോലെ തന്നെ 30 മീറ്ററുമാണ്. ഇനി
ഏരിയ കാണുമ്പോൾ നമ്മളത് 35 + 30 ഇവർ രണ്ടുപേരും ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു h എന്ന് പറഞ്ഞാൽ ഈ 30 മീറ്റർ ഈക്വൽ ടു അതിൻ്റെ ആൻസർ നമുക്ക് വരുന്നത് 975 മീറ്റർ സ്ക്വയർ ആണ്. അതിൻ്റെ ആൻസർ 975. അപ്പം മൊത്തം എല്ലാത്തിനും ഏരിയ നമ്മൾ സെപ്പറേറ്റ് കണ്ടെത്തി. ഇനി നമുക്ക് എന്ത് വേണം? 4 ട്രയാങ്കിൾസിൻ്റെയും കണ്ടെത്തി, നമ്മൾ 2 ട്രപ്പീസോയിഡ്സിൻ്റെയും കണ്ടെത്തി. ഇനി നമുക്ക് ഇത് ടോട്ടൽ ആഡ് ചെയ്താൽ അവിടുത്തെ ഏരിയ കിട്ടും. അപ്പോൾ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ അത് മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 4625 മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. ടോട്ടൽ ആ പ്ലോട്ടിന്റെ ഏരിയ 4625 മീറ്റർ സ്ക്വയർ ആണ്. ആൻഡ് ഇതിന് നമ്മൾ സെന്റിലോട്ട് മാറ്റുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഈ 4625 നമുക്കൊരു 40.47 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് അത് സെന്റിൽ കിട്ടും. ഒരു 114.28 സെന്റ്. ഇതാണ് ആൻസർ. സെന്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്താൽ മതി, എന്നാൽ അതും കൂടെ എഴുതി വെച്ചോണ്ടു, അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അപ്പൊ മൊത്തം ഏരിയനെ 40.47 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം അത് എത്ര സെന്റ് ഉണ്ടെന്ന് കിട്ടും. അപ്പൊ ഇത്രയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാധനം. അതായത് നമുക്ക് ഡ്രോയിങ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും പെർഫെക്റ്റ് ആയാലും നമുക്ക് അവർ കംപ്ലീറ്റ് മാർക്ക് ഇട്ടുതരുള്ളൂ. അതിനുള്ള സാധ്യത വളരെ കുറവായ ഒരു ഫുൾ മാർക്കൊക്കെ ഇടാന്നുള്ളത്. പക്ഷെ ഇത്തരത്തിലുള്ള സർവേ എന്നുള്ള പ്രോബ്ലത്തിലൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് മാർക്ക് വാങ്ങിക്കാൻ പറ്റും. കാരണം ഇതിലിപ്പോൾ പ്രത്യേകിച്ച് അവർക്കൊന്നും കുറയ്ക്കാനില്ലല്ലോ. നിങ്ങൾ ചെയ്ത കാൽക്കുലേഷൻസ് ഒക്കെ കറക്റ്റ് ആണ്, വരച്ച ഫിഗറൊക്കെ സ്കെച്ചൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ ഫുൾ മാർക്ക് തന്നെ നിങ്ങൾക്ക് തരും. അപ്പൊ നന്നായിട്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇപ്പൊ ഇന്ന് നമ്മൾ മൊത്തം 3 ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത്. 4ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത് വൈവയാണ്. വൈവ 10 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ആ 10 മാർക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് ക്വസ്റ്റ്യനും നിങ്ങളടുത്ത് ചോദിക്കാം. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിച്ച ഏത് ടോപ്പിക്കും ചോദിക്കാം, അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് വന്ന ക്വസ്റ്റ്യൻ പേപ്പറിന് ചോദിക്കാം, നിങ്ങൾ ചെയ്ത ഈ പ്രോബ്ലം വെച്ചിട്ട് ചോദിക്കാം, അതെന്തും ചോദിക്കാം. അത് അവരുടെ മാർക്കിംഗ് ഡിസിഷൻ ആണ്. നമ്മൾ പൊതുവെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവാം. അപ്പം നമ്മളൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തു. നമ്മൾ പുതിയതെന്ന് പഴയതിലോട്ടാണ് പോകുന്നത്. 2025 ഇപ്പൊ കറന്റ്ലി സോൾവ് ചെയ്തത്. നമുക്ക് അങ്ങനെ ബാക്കോട്ട് പോയിട്ട് ഒരു 4-5 ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാം. ഇത് നിങ്ങളുടെ എക്സാമിൻ്റെ മാർക്ക് വാല്യുവേഷൻ ഷീറ്റാണ്. അതായത് നിങ്ങൾ വരയ്ക്കുന്ന ഓരോന്നിനും എത്ര മാർക്ക് വീതമുണ്ട് എന്നുള്ളതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പാർട്സ്, ആ സെക്ഷൻസ് വരയ്ക്കുന്നതായിരുന്നു. അതിന് നോക്കി നിങ്ങൾ സ്കെയിലും മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കുന്നതിന് 10 മാർക്ക്, ഡ്രോയിങ് ചെയ്യുന്നതിന് 40 മാർക്ക്, കമ്പോണൻസ് മാർക്ക് ചെയ്യുന്നതിന് 25 മാർക്ക്, ദെൻ ലെറ്ററിങ്, ഡയമെൻഷൻസ്, അക്യുറസി, നീറ്റ്നസ്, ഇതിനെല്ലാം കൂടെ 25 മാർക്ക്. അങ്ങനെയാണ് ടോട്ടൽ 100 മാർക്ക് വരുന്നത്. അല്ലാതെ നിങ്ങൾ ഫിഗർ വരച്ച് വെച്ചു എന്ന് വിചാരിച്ചിട്ട് മാത്രം നിങ്ങൾക്ക് ഒരിക്കലും അവർ 100 മാർക്ക് തരില്ല. ഇതിൽ തന്നെ അവർ ഫുൾ മാർക്കൊക്കെ തരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ മാക്സിമം നീറ്റ്നെസ്സിൽ നിങ്ങൾ വരയ്ക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം മാർക്കുണ്ട്. അപ്പോൾ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ സ്കെയിൽ എഴുതാനൊന്നും നിങ്ങൾ മറന്നു പോകരുത്. ഡയമെൻഷനിങ്ങും ലെറ്ററിങ്ങും ഒക്കെ വൃത്തിക്ക് ചെയ്യാം. ഇതുപോലെ തന്നെയാണ് ബാക്കി ഓരോ ക്വസ്റ്റ്യൻ്റെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിതിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇതും കൂടെ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എങ്ങനെയായിരിക്കും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് എന്നുള്ളത്. നമ്മുടെ 3ാമത്തെ നമ്മുടെ ചെയിൻ്റെ ഏരിയ കാണുന്ന ക്വസ്റ്റ്യനൊക്കെ കണ്ടോ? നിങ്ങളത് മെഷർ ചെയ്യുന്നതിന്, ആ പ്ലോട്ട് വരയ്ക്കുന്നതിന്, അതുപോലെ തന്നെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്, പിന്നെ ലെറ്ററിങ്, ഡയമെൻഷൻസ്, അക്യുറസി, നീറ്റ്നസ്, ഇതിനെല്ലാം കൂടിയിട്ടാണ് 100 മാർക്ക്. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കുക. നിങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും വരച്ച് വെച്ച് പോരരുത്, കൃത്യമായിട്ട് തന്നെ വരയ്ക്കുക. ഇതും കൂടെ ഞാൻ ആഡ് ചെയ്യാനുള്ള കാരണം നിങ്ങൾക്ക് ഈ മാർക്കിങ്ങിനെ പറ്റിയും കൂടെ ഒരു ധാരണ വരണം എന്നുള്ളതുകൊണ്ടാണ്.